ഓസ്ട്രേലിയയിലും ജോൺസൺ മാവുങ്കലോ? അതെ, പഴയ വസ്തുക്കളും ക്രിസ്റ്റലുകളും മറ്റ് പുരാതന വസ്തുക്കളുടെയും ശേഖരവുമായി വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ഒരു മലയാളി തൻ്റെ വീടും പരിസരവുമെല്ലാം വർണ്ണമനോഹരമാക്കിയിരിക്കുന്നു. ആ കാഴ്ചയുടെ പുത്തൻ ലോകത്തേക്ക് നമുക്ക് പോയി വരാം. ആനക്കൊമ്പിൽ തീർത്ത വസ്തുക്കളുടെ ഒട്ടനവധി ഇനങ്ങൾ, ക്രിസ്റ്റലുകൾ പതിപ്പിച്ച മൃഗങ്ങളുടെ ശില്പങ്ങൾ, ഓട്ടുപാത്രങ്ങൾ, നാട്ടിലെ നെൽപ്പറ, തടിയിൽ കൊത്തുപണികളിൽ തീർത്ത നിരവധി വസ്തുക്കൾ, പഴയ ക്ലോക്കുകൾ, തടിയിലും ഇരുമ്പിലും പഞ്ചലോഹങ്ങളിലും തീർത്ത വിവിധ വലിപ്പത്തിലുള്ള ആനകൾ, പഴയ ഗ്രാമഫോൺ, ടേപ്പ് റെക്കോർഡുകൾ, VCDകൾ, നൂറുകണക്കിന് കത്തികൾ, പേനാക്കത്തി മുതൽ അറയ്ക്കക്കത്തി വരെയുള്ള കൊത്തുപണികൾ തീർത്ത കഠാരകൾ, ചിത്രങ്ങൾ, നിശ്ചല ദൃശ്യങ്ങൾ, പുരാതന പാത്രങ്ങൾ, പഞ്ചലോഹ വിഗ്രഹങ്ങൾ, നൂറുകണക്കിന് ചെറുതും വലുതുമായ ഓട്ടുപാത്രങ്ങൾ, ഗ്ലാസ് പാത്രങ്ങൾ, സ്ഫടികത്തിൽ തീർത്ത ചെറുതും വലുതുമായ നൂറുകണക്കിന് വസ്തുക്കൾ, പ്രതിമകൾ, ഗ്ലാസിൽ തീർത്ത ഉപകരണങ്ങൾ, കൈത്തോക്കുകൾ മുതൽ വേട്ടയാടുവാൻ കൊണ്ടുപോകുന്ന വൻ തോക്കുകൾ വരെയുള്ള 1 ഡസനിലേറെ തോക്കുകൾ, പ്രൈവറ്റ് ബാർ എന്നിങ്ങനെ ഒരു വീട് നിറച്ചും ഇത്തരം വസ്തുക്കളുടെ വർണ്ണവിസ്മയം തീർത്തിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലെ പടിഞ്ഞാറെ ചെരുവിനോട് ചേർന്നുള്ള പെർത്തിലെ കൂജി എന്ന ചെറിയൊരു ഗ്രാമപ്രദേശത്തെ ഒരു സാധാരണ വീട്. അവിടെയാണ് സിബി എന്ന ആ മനുഷ്യൻ ഇത്തരം വിസ്മയങ്ങൾ തീർത്തത്. സിബിയുടെ പ്രണയം കരകൗശല വസ്തുക്കളോടാണ്. അതുകൊണ്ട് തന്നെ ഈ വീടും വീട്ടിലെ മുറികളും പരിസരവുമെല്ലാം ഇത്തരം വസ്തുക്കൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. നാട്ടിൽ കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിക്ക് അടുത്തു നിന്നും പെർത്തിലേക്ക് കുടിയേറിയ സിബിയുടെ രീതി വെച്ച് അങ്ങനെ പറയാൻ ആവില്ല. സൗദിയിലെ രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നും പെർത്തിലേക്ക് കുടിയേറിയ എന്ന് പറയുന്നതാവും ശരി. അതെ, ഒരു 10 പതിറ്റാണ്ടിലേറെ കാലമായി പഴമയും പുതുമയും സമന്വയിച്ച പ്രൗഢിയുടെ പർദീസയായിരുന്ന സൗദി രാജാവിൻ്റെ സന്തത സഹചാരിയായി കൂടി 1990കളുടെ അവസാന കാലത്ത് മനസ്സിൽ മൊട്ടിട്ട മോഹം, കൊട്ടാരത്തിൽ നിന്നും ദിനംപ്രതി മാറ്റുന്ന ക്രിസ്റ്റൽ ഫ്ലവർ ബേസുകൾ ശേഖരിച്ചു തുടങ്ങിയ കമ്പം ഇന്ന് ഈ മനുഷ്യനെ തൻ്റെ വീട് ഈ വിധത്തിൽ അലങ്കരിക്കുവാൻ ഇടയാക്കിയെന്ന് പറയുന്നതാവും ശരി. പഴമയുടെ മണവും കാലത്തിൻ്റെ കഥകളും വരച്ചു കാട്ടുന്ന ഒരു വീട്. അതാണ് സിബിയുടെ ലോകം. കാലാനുവർത്തിയായി ചിന്തിക്കുന്ന അപൂർവം വ്യക്തിത്വത്തിനുടമ,
ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ശേഖരിക്കുന്ന അപൂർവ വസ്തുക്കൾ, പഴയ നാണയങ്ങൾ, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഘടികാരങ്ങൾ, പഴയ കാലത്തെ ടെലിവിഷനുകൾ എന്നു വേണ്ട വീട്ടിലെ മുറികൾ മുഴുവൻ ഇത്തരം ആയിരക്കണക്കിന് വസ്തുക്കൾ കൊണ്ട് സിബി വർണ്ണവിസ്മയം തീർത്തിരിക്കുകയാണ്. പൂമുഖം കടന്നു ചെല്ലുമ്പോൾ തന്നെ ഇത്തരം വസ്തുക്കൾ തട്ടി മാറ്റി വേണം വീട്ടിലേക്ക് കടക്കാൻ. ഇത് ഒരു ശേഖരണ ഹോബി മാത്രമാണെന്ന് നിങ്ങൾ കരുതരുത്. ഇയാൾക്കിത് ആവേശവും അനുഭൂതിയും നൽകുന്നു. കാലം മറന്നുപോകുന്ന വസ്തുക്കളെ തേച്ചുമിനുക്കി പാരമ്പര്യത്തിന്റെ അടയാളങ്ങളാക്കി അവശേഷിപ്പുകളാക്കി കാത്തു സൂക്ഷിക്കുന്ന ഒരു വീടാണിത്. ഈ വീട്ടിൽ കയറി ചെല്ലുന്നവർക്ക് ഒരു വർണ്ണവിസ്മയം തന്നെയാണ് സിബി സമ്മാനിക്കുന്നത്. ഒരു മുറിയിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ കാലത്തെ ഓരോ കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് പോലുള്ള അനുഭൂതിയാണ് നൽകുന്നത്. ഈ കാഴ്ചകളെല്ലാം ചേർന്ന ഒരു മായാജാലം സൃഷ്ടിക്കുകയാണ് സിബി തൻ്റെ വീട്ടിൽ. ഒരു വസ്തു തന്നെ നിരവധിയായി ശേഖരിച്ചു വെച്ചിരിക്കുന്നു. ഉദാഹരണത്തിന്, ഈ വീട്ടിൽ ടെലിവിഷൻ തന്നെ പല മുറികളിലും വശങ്ങളിലുമായി 25-ലേറെയുണ്ട്. അതും എപ്പോഴും ഓണാക്കി തന്നെ വെച്ചിരിക്കുന്നു. സൺഗ്ലാസുകൾ ഏതാണ്ട് 3000-ലേറെ. ഒരു വസ്തുവിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ, കാലഘട്ടങ്ങൾ, ഡിസൈൻ മാറ്റങ്ങൾ എന്നിവയെല്ലാം ഈ ശേഖരത്തിൽ നമുക്ക് കാണാം. അതായത് ഒരു ചെറിയ വസ്തുവാണെങ്കിൽ പോലും അതിൻ്റെ പരിണാമ ചരിത്രം ഈ വീട്ടിൽ നമുക്ക് നേരിൽ കാണുവാനാവും.
സാധാരണക്കാരൻ്റെ കണ്ണിൽ ഇത് അല്പം അതിരു കിടന്ന ശീലമായി നമുക്ക് തോന്നാം. പക്ഷേ സിബിയുടെ ലോകത്ത് ഇത് ഒരു ക്രമബദ്ധമായ ശാസ്ത്രീയ ശേഖരമാണ്. ഒരു വസ്തുവിൻ്റെ യാത്ര, രൂപഭേദങ്ങൾ, സാംസ്കാരികപരമായ മാറ്റങ്ങൾ എന്നിവ രേഖപ്പെടുത്തുന്ന ഒരു നിശബ്ദ മ്യൂസിയമാണ് ഈ വീട്. സൗദി രാജാവിൻ്റെ കൊട്ടാരത്തിലെ ജീവനക്കാരനായിരുന്നപ്പോൾ തുടങ്ങിയ കമ്പമാണ്. അവിടെ വെച്ചാണ് സിബി ആദ്യമായി ക്രിസ്റ്റലുകളുടെ ലോകത്തെ അടുത്തറിയുന്നത്. പ്രകാശം പതിച്ചാൽ നിറങ്ങളായി പിളരുന്ന ആ ക്രിസ്റ്റൽ വസ്തുക്കൾ അവനെ അതിശയിപ്പിച്ചു. അതുപോലെ തന്നെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പുരാതന വസ്തുക്കൾ കാണുമ്പോൾ, അത് കയ്യിലെടുക്കുമ്പോൾ അവയ്ക്കുള്ളിലെ കഥകൾ അവനെ ആഴത്തിൽ സ്പർശിച്ചു. അവിടെ നിന്നാണ് സിബി എന്ന പച്ച മനുഷ്യൻ ഈ വിധത്തിൽ തൻ്റെ വീട്ടിലും ഇത്തരം വസ്തുക്കൾ ശേഖരിച്ചു തുടങ്ങിയത്. ഇനി ഒരു തരി സ്ഥലമില്ലാത്തതുപോലെ ഈ വീട്ടിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നു. കുടുംബവും സിബിയുടെ ഈ പ്രവൃത്തിക്ക് കട്ട സപ്പോർട്ടാണ്. വിശാലമായ വീടിൻ്റെ ഒരറ്റത്തേക്ക് ഒതുങ്ങിക്കഴിയുമ്പോഴും അവർ ഇയാളുടെ താല്പര്യത്തിന് എതിരു നിൽക്കുന്നില്ല. പാചകം ചെയ്യുന്നതിനും സമയം ചെലവഴിക്കുന്നതിനുമെല്ലാം പുറത്ത് ചായ്പ് കെട്ടി അവിടെയാണ് അവർക്ക് സൗകര്യമൊരുക്കിയിരിക്കുന്നത്. കഴിക്കുവാൻ മാത്രം ചിലപ്പോൾ അകത്ത് കയറും. ഒരു മുറി, 2 മുറി എന്ന രീതിയിൽ തുടങ്ങിയ ശേഖരം ഒടുവിൽ വീടിൻ്റെ ഭൂരിഭാഗവും കൈവശപ്പെടുത്തുന്ന തരത്തിലേക്ക് വളർന്നു. വീട്ടിലെ അടുക്കള പോലും കുക്കറുകളുടെയും വർണ്ണവസ്തുക്കളുടെയും വിസ്മയ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുകയാണ് സിബി. പരിമിതികൾക്കുള്ളിലും
സിബിയുടെ ഭാര്യയും മക്കളും അതിനെ ഒരു ബുദ്ധിമുട്ടായി കാണുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറിച്ച് അവർ അത് സിബിയുടെ സ്വപ്നമായി കാണുന്നു, കൂടെ കൂടുന്നു. അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വേറെ വഴിയില്ലല്ലോ. പുറത്തു നിന്നുള്ള നമുക്ക് ഇതിനെ ഒരുപക്ഷെ ഒരു വിചിത്രമായി തോന്നിയേക്കാം. പക്ഷേ ആ വീടിനുള്ളിൽ അത് സ്നേഹത്തോടെയുള്ള ഒരു വിസ്മയ വിരുന്നാണ് ഓരോരുത്തർക്കും സമ്മാനിക്കുന്നത്. വർണ്ണവിസ്മയങ്ങളുടെ സ്നേഹക്കൂട്.